കർത്താവിന് എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ഇന്ന് പകൽ അർപ്പിക്കുകയാണ്. I praise, I exalt, I give honor to our Lord this morning. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഞായറാഴ്ച ആരാധനയ്ക്കുള്ള സമയമാണ്. വർക്ക് വേല അതൊക്കെ പറയാനുള്ള സമയമല്ല. അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന സമയം ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഇരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. Since Sunday we set aside for worship, I want to make sure that I honor that, and I want to share a small thought with you from the Word of God. 1 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, ആജ്ഞയുടെ ഉദ്ദേശ്യമോ ശുദ്ധഹൃദയം, നിർമ്മല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. 1 Timothy chapter 1 and verse 5. The aim of our charge is love that comes from a pure heart, a good conscience, and a sincere faith. Praise the Lord. ആജ്ഞയുടെ ഉദ്ദേശ്യമോ ശുദ്ധഹൃദയം, നിർമ്മല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. The aim of our charge, our instruction is love that issues from a pure heart, a good conscience, and a sincere faith. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ കൊടുക്കുന്ന ഒരു ആജ്ഞയാണ്. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്ന് ചോദിച്ചാൽ ഒരു ശുദ്ധ ഹൃദയം, നിർമ്മല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമാണ് അവരോട് പറയേണ്ടത്. And so as Timothy is being established as a pastor in Ephesus, Paul, who has adopted him or is now considering Timothy his spiritual son, is telling him, my commandment to you and for the way to instruct the church is to have love that stems from a good conscience, a pure heart, and a sincere faith. നമുക്കെല്ലാവർക്കും അറിയാം അപ്പോസ്തലനായ പൗലോസ് ഈ സഭ സ്ഥാപിച്ച എഫേസ്യ സഭ സ്ഥാപിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. We know that the church of Ephesus was established by Apostle Paul. ഏകദേശം 3 വർഷം അവിടെ താമസിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ സഭ സ്ഥാപിക്കുവാനിടയായി തീർന്നു. And by living there about 3 years, he established the church in the city of Ephesus. അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടുന്ന് ഓടിപ്പോവാനിടയായി. And when a trouble came and he could not stay there any longer, he moved away from that city. എന്നാൽ വീണ്ടും ജെറുസലേമിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മിലേത്തോസ് എന്ന് പറഞ്ഞ ദ്വീപിൽ ഇറങ്ങിയിട്ട് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ടായി. And then as he was on his way, he called some of the elders and he shared some things with the elders. മൂപ്പന്മാരോട് പറയുവാണ്, നിങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. And to the elders he said, the flock that had been entrusted to you, take care of it. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ സഭയ്ക്കകത്ത് വരും, അവർ ദുരുപദേശം പഠിപ്പിക്കാനുണ്ട്. And after I leave, some of the wolves will come into the church and they will destroy the church, and you should be on guard. അവർ സഭയുടെ സ്നേഹത്തെ അവർ തണുപ്പിക്കുവാനിടയായി. And those people that come in with false doctrines might make the love of the people that they have lukewarm. പൗലോസ് പറയുന്നു, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നല്ലാതെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. I don't know what might happen as I am on my way to Jerusalem. Many trials, tribulations and challenges may come about. എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. But even then I'm not counting my life as anything. നിങ്ങൾ ആരും ഇനി എൻ്റെ മുഖം കാണുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും വിഷമിച്ചു. അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായ ആ ഉപദേശി ഇനി ആരും എൻ്റെ മുഖം കാണുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ് യാത്രയ്ക്കാനിടയായി. And when he told his elders and others, you may not see me anymore, they were grieved. They knew he is the one who brought us into the faith. He is the one who led us in the faith. And for them to hear that they may not see him again was a problem, a time of grief. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതായ ഒരു ലേഖനമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. In the New Testament, the letter to the Ephesus is one of the most important letters that we see. എല്ലാ ലേഖനങ്ങളും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണെങ്കിലും ഈ എഫേസ്യ ലേഖനത്തെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഏകദേശം 18 അധ്യായങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. Although all the epistles are important, in the letter to Ephesus we some specific things called out that gives it a bit more importance. 426 വാക്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. We see 426 verses there. എഫേസ്യ ലേഖനത്തിൽ 6 അധ്യായങ്ങൾ. Is there 6 chapters there? അതുപോലെ 1 തിമോത്തിയിൽ 6 അധ്യായങ്ങൾ, 2 തിമോത്തിയിൽ 4 അധ്യായങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായങ്ങൾ, വെളിപ്പാടിൽ നിങ്ങളുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഈ എഫേസ്യ ലേഖനത്തെ ഉദ്ധരിച്ചായി പറയുന്നു. In the book of Acts, in Timothy, in Titus, in different references we see the church of Ephesus being referenced there in various concepts. അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചതായ 3 വർഷം ശുശ്രൂഷിച്ചതായ ആ സഭയിൽ വിശ്വാസത്തിൽ നിജപുത്രനായ ഈ ചെറുപ്പക്കാരനെ അയക്കുക.
And so now Paul is establishing this young man as a pastor of a church whom he considers a spiritual son in a church that he has worked, established, and lived for 3 years. ചെറുപ്പമായതുകൊണ്ട് മൂപ്പന്മാർക്ക് പലർക്കും അംഗീകരിക്കാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. Because he was a young man, some of the elders in the church could not accept him. അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നീ എങ്ങനെ ആയിരിക്കണം എന്ന് നീ അറിയാനായിട്ട് ഞാനിത് എഴുതുകയാണ്. I am writing this to you. I want to come to you as quickly as possible, but I want to make sure that you instruct the church in the way, in the righteous way of the living God and the living word as you are established in this church. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. You should stir up the flames that have been given to you by the laying of the hands of the elders. Praise the Lord. Amen. ഇന്നത്തെ വർഷിപ്പിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Praise God for the young people who led us in songs. കർത്താവ് ഈ കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. May God use them mightily in the days to come. മലയാളം പാട്ട് പാടിയപ്പോൾ ഒത്തിരി എൻജോയ് ചെയ്യുവാൻ ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് സഹായിച്ചു. I was able to enjoy the presence of God as they were singing and leading in songs. അപ്പോസ്തലനായ പൗലോസിനെ അറിയാം, ഈ തിമോത്തിയോസ് കൃപാവരപ്രാപ്തനായ ഒരു ദൈവദാസനാണ്. And Paul knows and Timothy knows they're both filled with the gifts of the Spirit. എഫെസോസ് സഭയിൽ ചെന്നിട്ട് ഒന്നും എറിക്കുന്നില്ല. എഫെസോസ് സഭയിൽ പാസ്റ്റർ ആയിരിക്കും ഒന്നും എറിക്കുന്നില്ല. Nothing is happening. Nothing is a big deal about being a church in Ephesus. ഈ മൂപ്പന്മാരുടെ ചിന്ത ഇവൻ കൊച്ചനാണെന്നുള്ളോ, ചെറുപ്പമാണെന്നുള്ളൊരു ചിന്തയാണ് മൂപ്പന്മാർ. All the elders think that he is a very young man. പൗലോസ് പറയാ, നീ വായന, പ്രബോധനം, പ്രാർത്ഥന ഇവയിലൊക്കെ ഉറ്റിരിക്കണം. അതുപോലെ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചതായ കൃപാവരത്തെ ജ്വലിപ്പിക്കണമെന്ന് പറയുക. And he's saying you must be diligent in prayer, in the word, in the meditation, in the study, and stir up the flames that have been given to you by the laying of hands. ആമേൻ. തിമോത്തിയോസിനെ എഴുതുമ്പോൾ പറയാ, ഇപ്പോൾ ആ സഭയ്ക്കകത്ത് പഴയ പോലെ കൃപാവരത്തിൻ്റെയും പഴയ പോലെ ദൈവത്തിനോടുള്ള സ്നേഹമൊന്നുമില്ല. ഇപ്പം ജീനിയോളജി, വംശാവലിയും കെട്ടുകഥകളൊക്കെ പറയുന്ന ഒരു സഭയെ അത് മാറുക. And this church is now becoming more of a church that talks about tradition and heritage and genealogies rather than the way it started, which was with the filling of the Holy Spirit and the gifts of the Holy Spirit. ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ട് പറയുക, ഞാൻ എന്നോട് ആജ്ഞാപിക്കുന്ന ഉദ്ദേശ്യം ശുദ്ധ ഹൃദയം. And after giving all these illustrations, Paul is saying the reason for my commandment, for my instruction is ശുദ്ധ ഹൃദയം, a pure heart. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശുദ്ധ ഹൃദയമുള്ളവരാണ്. Are we all people of pure heart? Because നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്. If we say we have received Christ as our Savior, then yes. ശുദ്ധ ഹൃദയം, pure heart. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ പറയുന്നു, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയും അവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ നിങ്ങളുടെ പ്രവൃത്തികളെ തെളിയിക്കട്ടെ. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും ജഡീകവും ലൗകികവും പൈശാചികവുമാണത്രേ. In the letter to James, James reads, who is wise and understanding among you? By his good conduct let him show his work in the meekness of wisdom. But if you have bitter jealousy and selfish ambition in your hearts, do not boast and be false to the truth. This is not the wisdom that comes down from above, but is earthly, unspiritual, and demonic. നമ്മുടെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും കയ്പ് ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു വാക്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുക. നമ്മുടെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിലേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കത്തില്ല. The verse is saying if there's bitterness within us, the Lord is not dwelling with us at the same moment. അപ്പോഴും പാടാൻ കഴിയും, we can still sing, അപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയും, we can still pray, കൈയടിക്കാനും കഴിയും, we can clap our hands. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കയ്പുണ്ടെങ്കിൽ, but if there's bitterness in our heart, അത് ഉയരത്തിന്ന് വരുന്നതല്ല. It's not coming from high. അത് ഉയരത്തിന്ന് വരുന്നതല്ല. It's not coming from heaven. അത് ജഡീകമാണ്. It's fleshly. അത് ലൗകികമാണ്. It's earthly. അത് പൈശാചികമാണ്. It's demonic. Praise the Lord. ഒർലാൻഡോ IPCയെ പറ്റി നമ്മുടെ സാം വർദ്ധനോട് സംസാരിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ പറഞ്ഞ് നല്ല ഒരു സഭയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So I've learned through Brother Sam Epen that this church is a very good church. പല സഭകളിലും പാട്ട് പാടുന്ന ഒരു പ്രശ്നമാണ് അമേരിക്കയിൽ.
For many songs, singing songs is a problem. ഡാളസിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൊച്ചു മോനെ അല്ലെങ്കിൽ മോനെ ഡ്രം അടിക്കാൻ വിടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സഭയിൽ ഡ്രം അടിക്കാനായിട്ട് അവനെ വിടരുതെന്ന് പറഞ്ഞു. So one of my friends wanted to send their son to play drums in the church. I told him not to send your son to play drums in the church. എല്ലാവരുടെയും മക്കൾ ഡ്രം അടിക്കാൻ പോയി എന്തോ ചെയ്യും, എല്ലാവരുടെയും മക്കൾ അങ്ങ് ഗിറ്റാർ സഭയിൽ വായിക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും, അവിടെ ആ പ്രശ്നം ഉണ്ടാകുന്നു. What happens when everybody says all of our sons should be involved in this, all of our sons should be involved in playing instruments? That's when problems arise. ആമേൻ. നിങ്ങളാരും മിണ്ടത്തില്ല. സ്തോത്രം. എൻ്റെ കൊച്ചിന് എല്ലാത്തിനും, ഞാൻ അമേരിക്കയിലൊരു ചെറിയ സഭയുടെ പാസ്റ്ററായിരുന്നു. അന്നേരം അവസാനം വന്ന് സൺഡേ സ്കൂളിന് പരീക്ഷ ഇടത്തില്ലായിരുന്നു. എല്ലാവരെയും ജയിപ്പിച്ച് സമ്മാനം കൊടുക്കുമായിരുന്നു. I was also a pastor in a church here in the US, and nobody wanted to compete, nobody wanted to do the right thing, so when the Sunday school exam time came, we just gave a trophy and prizes to everybody. പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാവർക്കും ഫസ്റ്റ് കുഞ്ഞുങ്ങളെല്ലാം ഫസ്റ്റ് കിട്ടും. പിള്ളേർക്ക് കുഴപ്പമില്ലെങ്കിലും അപ്പനും അമ്മയ്ക്കും ഭയങ്കര പ്രശ്നമാണ് അധ്യാപകരോട്. Even though the young people who are attending Sunday school didn't have a problem with the prizes the way it was given, the parents had a problem when some people got in, some people didn't. എനിക്ക് മനസ്സിലായി, അടുത്ത ആഴ്ച സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയുടെ സമ്മാനം കൊടുത്ത് അടുത്ത ആഴ്ച ആകുമ്പോൾ ഒരു ചെറിയ പ്രയാസ സഭയിൽ. So when the Sunday school exam came, and the next week we had a small conflict in church. നമ്മൾ ആരാ? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാകുന്ന യേശുവിനെ സ്വീകരിച്ചവരാ. We are the one who has received Christ, that has now left the old life behind and moving forward in the fullness of mercy and the good fruits, impartial and sincere. ആമേൻ. എഫേസ്യ ലേഖനം 4:22 ഞാൻ പറഞ്ഞു. ടൈറ്റസ് 3:3 ഇപ്രകാരം പറഞ്ഞ, മുമ്പേ നമ്മൾ ബുദ്ധിയില്ലാത്തവരും അനുസരണം കെട്ടവരും അവിവേകികളും നാനാവിധ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും സകലവിധ ഈർഷ്യയിലും പകയിലും കാലം കഴിച്ചവരുമായിരുന്നു. എപ്പോഴാ? മുമ്പേ. ഇപ്പോഴല്ല, പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. Before we were saved, Titus chapter 3 verse 3 tells us who we were. We were foolish and disobedient, led astray, slaves to various passions, pleasures, passing our days in malice, envy, hated by others, and hating one another. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം കൃപ തോന്നി നമ്മളെ വിടുവിച്ചു. But the loving abundant mercy of God and the grace of God delivered us from all that. ആമേൻ. Amen. Praise the Lord. Hallelujah. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ. ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് ജീവിച്ച് ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിനും മക്കളിൽ വ്യാപരിച്ച് ആത്മാവിനെയും ഒരു കാലത്ത് അനുസരിച്ച് നടന്ന നമ്മളെ എൻ്റെ കർത്താവ് വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. No matter how much we reflect upon the goodness and the mercy of God that delivered us from the wickedness and the evil that we lived in, the iniquities that always surrounded us and consumed us, and having been delivered from that, no matter how much we reflect on that, we can never give enough praise unto the Lord for the deliverance that we have received from our old way of life. എനിക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴൊക്കെ ഒരു ശുദ്ധ ഹൃദയം ഉണ്ടായിരുന്നു. When we were all saved in that moment, we had a pure heart. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു പോകുന്ന ഒരു ജനമാണ്. A group of people that worship the Lord in spirit. ആരെ കണ്ടാലും സ്തോത്രം എന്ന് പറയാൻ, പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ, മാറാനാഥ എന്ന് പറഞ്ഞ ഒരു ഉത്സാഹിച്ച ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സന്തതികളാണ്. We are children of parents that no matter who they saw, praises and offerings of thanksgiving and encouragement, these are the kind of things that would always come out of our mouth in encouraging others. എന്നാൽ എല്ലാവരും ഇല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് കുറച്ച് പേരെങ്കിലും ആ ശുദ്ധ ഹൃദയം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. But maybe not everybody, but some of us may have lost that purity in heart. അതിൻ്റെ പേരിൽ വിശ്വാസികളെ അല്ല പെന്തക്കോസ്തുകാരെ എല്ലാം മറ്റുള്ളവർ ഇപ്പോൾ മുദ്രയിടുന്നത്. That's how all of Pentecostal denominations is known by the world. പൗലോസ് പറയുക, ശുദ്ധ ഹൃദയം. Paul is saying the pure heart. ശുദ്ധ ഹൃദയം, a pure heart, നിർമ്മല മനസ്സാക്ഷി, a clear conscience, നിർവ്യാജ വിശ്വാസം, a sincere faith. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കെല്ലാം അറിയാം, മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ട്
തൻ്റെ 80-ാമത്തെ വയസ്സിൽ മോശ മുൾപ്പടർപ്പിനോട് അടുത്തപ്പോൾ യഹോവയായ ദൈവം വിളിച്ചു പറയുന്നു, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ നിന്റെ കാലിൽ നിന്നും ചെരുപ്പഴിച്ചു കളയുക. We know the story where Moses is standing on the mountain and sees the bush in fire flaming. He hears the voice that says, Moses, you're standing on holy ground. Remove your sandals from your feet. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധിയുള്ളിടത്തേ വസിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. What I'm telling you is a holy God can only live and dwell in a pure heart or a holy heart. വിശുദ്ധനായ ദൈവം അശുദ്ധിയിലല്ല വസിക്കുന്നത്. The holy God does not live in uncleanliness. Know ye not that you are the temple of God and the Spirit of God dwells in you എന്നാ പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലയോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. Praise the Lord. Amen. ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു വിശ്വാസമാണ്, സ്തോത്രം, ഞാൻ അനുഭവിക്കുന്നതും നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പം തന്നെ, അതായത് മാനസാന്തരപ്പെട്ട് പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. I believe the moment we accepted Christ as our Savior, we truly had a repenting experience. In that moment, the Holy Spirit lives within us. അന്യഭാഷ പറയുന്നില്ലായിരിക്കും, ആ സമയത്ത് അഭിഷേകം പ്രാപിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചില്ലായിരിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ആ സമയം തന്നെ ആ ശുദ്ധ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. In that moment of a heart of purity, in that moment, the Holy Spirit is now dwelling within you. പിന്നെ ദൈവാത്മാവാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. Then the Holy Spirit should be the one leading us. ദൈവാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. The Holy Spirit should be the one that's guiding us. ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. The Holy Spirit is the one who inspires us to pray. ദൈവാത്മാവ് ഉപവസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. The Holy Spirit is the one who inspires us to fast. മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. Then the Holy Spirit inspires us to share the gospel. നമ്മുടെ സമീപത്ത് നിൽക്കുന്ന ആളിനോട് സുവിശേഷം പറയാൻ കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കും. And to our neighbor, to the one standing next to us, sitting next to us, it is the Holy Spirit that inspires us to share the gospel. ഗലാത്യലേഖനം 4:6 അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുകയാണ്. We read in the book of Galatians that we have been given the spirit of sonship that gives us the privilege to call him Abba Father. ഞായറാഴ്ച വരുമ്പോൾ മാത്രമുള്ള ഒരു ദൈവ സാന്നിധ്യമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. I'm talking about not just the presence of God that comes with you on Sunday, but the presence of God that accompanies you at all the time. ജോലിക്ക് പോകുന്നതിന് മുമ്പേ സ്വല്പ സമയം ദൈവസന്നിധിയിൽ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. I'm talking about the presence of God that inspires us to sit in the presence of God and pray before you step out for your work. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, പാടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവാത്മാവിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. I'm talking about the Spirit of God that when we get in the car, He inspires us and encourages us to worship Him, sing to Him, pray before Him. ജോലിയിലായിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. Even the Holy Spirit's presence that is with us, that is guiding us, even in the midst of our workplaces. സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം, ഹോസ്റ്റലിലായിരിക്കാം, പക്ഷേ ദൈവാത്മാവ് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. No matter where we are on this earth, whether it be a school or your dorm or your workplace or college, there the Holy Spirit is continually engaging with us. ഭക്തൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, presence of the Holy Spirit will lead us to the power of the anointing. If you are willing to pay the price, that price is the obedience. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് നമ്മളെ നയിക്കും. പക്ഷേ നമ്മൾ അതിനൊരു വില കൊടുക്കണം. ആ വില എന്തെന്ന് ചോദിച്ചാൽ അനുസരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ആരാധിക്കാൻ പറയുമ്പോൾ, ഉപവസിക്കാൻ പറയുമ്പോൾ നമ്മൾ അനുസരിച്ചാൽ ഒരു ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാനായിട്ടിടയായി തീരും. The presence of the Holy Spirit would lead us into the anointing and the power of the Holy Spirit, but there's a price to be paid. That price is the obedience. Obedience has to be evidence when the Holy Spirit says it's time to pray, that's when you obey. When He says this is the time to worship, that's what you obey. If you're willing to pay the price, that presence will take you into the anointing. ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് നോ പറയും. Sometimes the Holy Spirit says no. വിധിന്യായിലേക്ക് പോകാൻ പൗലോസ് പ്രിപ്പയർ ചെയ്തു. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ദൈവാത്മാവ് പറഞ്ഞു, നോ, നീ പോകരുതെന്ന് പറഞ്ഞു. Paul desired to go to Bithynia, but in the last moment, the Holy Spirit told Paul, no, you're not going there. ഏഷ്യയിലേക്ക് പോകാൻ ആദ്യം പറഞ്ഞപ്പോൾ പ്രിപ്പയർ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇപ്പോൾ പോകരുതെന്ന് പറഞ്ഞു. To Asia, when he said to go and he was preparing for that, he said the Holy Spirit told him no, and don't go to that place. ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എൻ്റെ ജീവിതത്തിൽ ദൈവം നോ പറയും ചിലത് കേട്ടോ.
If people of God, if the Holy Spirit is dwelling within us, there are moments in our life when the Holy Spirit says no to us. ചില ബന്ധങ്ങൾ നിനക്ക് നല്ലതല്ല എന്ന് പരിശുദ്ധാത്മാവ് പറയും. Some relationships may not be good for us, is what the Holy Spirit might tell you. ചില ഇടപാടുകൾ നല്ലതല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയും. Some interactions might not be good for you, and that's what the Holy Spirit warns you. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണാനായിട്ട് If we are obedient to the Holy Spirit, we can then see the wonders and signs of the Lord within the midst of us. Praise the Lord. Amen. Praise the Lord. Hallelujah. അപ്പോസ്തലനായ പൗലോസ് ഈ എഫെസോസിൽ കാലുകുത്തുമ്പോൾ ആ എഫെസോസ് പട്ടണം മുഴുവൻ അർത്തമീസ് ദേവിയുടെ വിഗ്രഹം കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. When Paul enters into the town of Ephesus as he's about to establish the church, that environment, that city is consumed by idol worship, focused specifically on the goddess of Artemis. അനുഗ്രഹത്തിന്റെ ദേവതയെന്ന് അവർ വിശ്വസിച്ചേ. They believe that is the goddess of blessings. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. And so they had an idol, they had a made up god or goddess in all their homes. എല്ലാ പട്ടണങ്ങളിലും ഉണ്ടായിരുന്നു. Every town had that. Praise the Lord. അല്ല ഈ വിഗ്രഹത്തെയൊക്കെ കണ്ടോണ്ട് പൗലോസ് ഇതൊന്നും ശാസിച്ചായിട്ട് കാണുന്നില്ല. We don't see where Paul saw all these idols and rebuked all the people that had them. ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫാക്ടറിയുടെ ഒരു മുതലാളി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. And I believe Demetrius, who's referenced there, is the man who perhaps owned a warehouse or a factory that made such idols. ആളുകളെല്ലാം ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന അവരുടെ പുസ്തകങ്ങളൊക്കെ വിറ്റ് അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞ് വിഗ്രഹങ്ങളൊക്കെ എടുത്തെറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങി എല്ലാവരും യേശുവിനിലേക്ക് തിരിയുവാനിടയായിത്തീർന്നു. And then you see the incident in which all the witchcraft and the magicians would destroy and burn their books, destroy their idols, and now all these people are coming to Jesus. ഈ ഡെമത്രിയോസ് എന്ന് പറയുന്ന വൻകിട മുതലാളി ഈ ചെറുകിട വ്യവസായക്കാരെയും ഈ ചെറുകിട തൊഴിലാളികളെല്ലാം കൂടെ വിളിച്ചു കൂട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. And the Demetrius calls all the small business owners within that area and brings them all together and tells them, സഹോദരന്മാരെ, നമ്മുടെ ബിസിനസ് നഷ്ടമാണ്. My fellow businessmen, our business are getting lost. അത് മാത്രമല്ല, It's not only that, എഫെസോസ് മുഴുവനും, all the town of Ephesus, ഏഷ്യ മുഴുവനും, all the city of ലോകം Asia, മുഴുവനും, all world ഭുജിച്ചു വരുന്ന worshiping നമ്മുടെ ദേവതയുടെ ശക്തി മാഹാത്മ്യം കെട്ടുപോകുകയാണ്. and the glory and the power that this God has had that we worship, that's now being extinguished. ഓ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ കാലുകുത്തിയപ്പോൾ അർത്തമീസ് ദേവതയുടെ മാഹാത്മ്യം കെട്ടുപോയെങ്കിൽ ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ ജനമേ, നീ ഒരു ഭവനത്തിൽ കാലുകുത്തിയാൽ അവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ക്ഷയിച്ചു പോകുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ? How many of us can believe that if when Paul stepped in the town of Ephesus, the power and the glory that the God has had was extinguished? If we, where the Holy Spirit dwells in us, if we step into a place, how much more greater things that we can see when the Holy Spirit dwells in us and we enter into such a city. Amen. 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 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ, നിന്നെ ആരാധിക്കാൻ, പാട്ടുപാടാൻ, അന്യഭാഷയിൽ ആരാധിക്കാനൊക്കെ പ്രേരിപ്പിക്കുമ്പോൾ നീ അനുസരിച്ചാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് ഗ്രഹിക്കണമെന്ന് പൗലോസ് എഫെസോസ് വിശ്വാസികളോട് പറയുന്നത്. And Paul is telling the Ephesus church, if we understand the power that is contained in the person of the Holy Spirit, if the Holy Spirit dwells in us and we are able to do great and mighty things when we are obedient to the Holy Spirit, when He says to pray, we pray, when He says to fast, we fast, when He says to worship, we worship. When we do that, what a great and wonderful sign of God, and how we see the abundant exceeding power of the Holy Spirit manifesting within us. മാതാപിതാക്കളെ, നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ശക്തി തലമുറ ഒന്ന് കാണട്ടെ പ്രിയമുള്ളവരെ. Let the generation see the power that is happening in our life. ഓ ഹാലെ, നമ്മുടെ വ്യാപരിക്കുന്ന ഈ ശക്തി നമ്മുടെ തലമുറ കാണട്ടെ പ്രിയമുള്ളവരെ. The worship that we have, the power that we have, let the generation see that. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ വ്യാപരിക്കുന്ന, ഹല്ലേലൂയ, നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ശക്തി നമ്മുടെ ചുറ്റുപാടുകളൊന്ന് അറിയട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളൊന്ന് അറിയട്ടെ. ഇവിടെ മേലൊരു ശക്തിയുണ്ട്, ഇവന്റെ മേലൊരു ദൈവ ശക്തിയുണ്ടെന്ന് അവർ അറിയട്ടെ പ്രിയമുള്ളവരെ. Let our neighbors, let the people that are within our circles, let them all come to know there is a power on this person. There's a power on each and every one of us. Amen. 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 നമ്മളും നമ്മുടെ കസിൻസും തമ്മിൽ
അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരാത്തവരും തമ്മിൽ എന്താണ് പ്രിയമുള്ള ഒരു വ്യത്യാസം? What's the difference between us and other family members within our families who have not come to this faith? ആഭരണം ഊരിയത് മാത്രമാണോ വ്യത്യാസം? Is it just the fact that maybe we avoided certain things like jewelry? മീശയൊക്കെ എടുത്തത് മാത്രമാണോ Is it the വ്യത്യാസം? fact that the mustache was shaved off? വെള്ള ഷർട്ട് ഇടുന്നത് മാത്രമാണോ വ്യത്യാസം? Is it the only difference that we wear white? പ്രിയമുള്ളവരെ, അവരും മനസ്സിലാക്കണം ഇവിടെ മേലൊരു ദൈവശക്തി ഉണ്ടെന്ന്. They must also realize there's a power within us. ഇവന്റെ മേലൊരു ദൈവശക്തി ഉണ്ടെന്ന്. There's a power of God within them. അച്ഛാ, ഞങ്ങളുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാമെന്ന് അവർ പറയും. പ്രിയമുള്ളവരെ, They'll say, come, can you pray with us? സഹോദരി, ഞങ്ങളുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് അവർ പറയും. പ്രിയമുള്ളവരെ, Sister, they might say, come and pray with us. ഈ ശക്തി നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. Let this power be upon us in these ഈ days. ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. Let the power be upon us these days. ഓ, ഇന്ന് പകൽക്കാലം എന്തെങ്കിലും കയ്പ്, ഹല്ലേലൂയ, ക്രോധം, കോപം എന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് തന്നെ ദൈവത്തോട് പറയാം, കർത്താവേ, അതെല്ലാം ഞാൻ മാറ്റി വെക്കുകയാ, എനിക്കൊരു ശുദ്ധ ഹൃദയം തരണമേ അപ്പാ. If we can say, Lord, yes, I carry bitterness and hatred and divisions and different things about other people, Lord, remove those from me and give me a pure heart. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ രാത്രിയുടെ യാമങ്ങൾ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുമായിരുന്നു. In the middle of the night, our grandparents, our forefathers would be wakened up by the Holy Spirit. ചാണകം മെഴുകിയ തറയിൽ, ഹല്ലേലൂയ, ചാക്ക് വിരിച്ച് അവിടെ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച, പുൽപ്പായയിലിരുന്ന് പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഓർക്കുക, അവർ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചവരാ. And they are the ones who believed and obeyed the Holy Spirit every time the Holy Spirit woke them up in the midst of their difficult living situations, whether it be a clay floor or a floor that was laid with cow dung or different things. They would kneel upon those floors and ask the Lord and submit themselves every time the Holy Spirit woke them up to do so. പ്രതിസന്ധിയുടെ നടുവിലായിരുന്നെങ്കിലും, പ്രയാസങ്ങളുടെ കഷ്ടതയുടെ ഒറ്റപ്പെടുത്തലിന്റെ നടുവിലായിരുന്നെങ്കിലും അവരിൽ വ്യാപരിച്ച ഒരു ദൈവശക്തി ഉണ്ടായിരുന്നു. There's a power that was among them in the midst of their trials, their tribulations, their loneliness, and they were abandoned by others. They could experience ഈ the power of ശക്തി the ഇന്ന് Holy Spirit. പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ പ്രിയമുള്ളവരെ. Let this power be on each and every one of us this morning. ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് രാത്രി ജനത്തോട് കർത്താവ് ഇടപെടണമേ. ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് കാണാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആരാധിക്കുമ്പോൾ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക, നിങ്ങളുടെ തലമുറയുടെ മേൽ വ്യാപരിക്കുക, വിദൂരതയിലായിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവശക്തി വ്യാപരിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ദൈവത്തെ ഒന്ന് കരമടിച്ച് മഹത്വപ്പെടുത്തിക്കാട്ടെ. Glory to the Lord. When we worship here, when we sing praises here, when we offer up unto Him here, when we feel the experience the power there away from us, distant from us in the families, they will also experience that same power. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ, ഹല്ലേലൂയ, പ്രിയമുള്ളവരിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. As we worship here, let the power come upon others and the topics and people that we have been praying for. Amen. Obey the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുക. പലപ്പോഴും എന്നെയും നിങ്ങളെ സമ്മതിക്കാത്ത ഒരു കാര്യം ഇതാ. What often bothers us or takes us away from our obedience is this device. ഫോൺ അടിച്ചില്ലെങ്കിലും ഫോൺ അടിച്ചതായിട്ടൊരു തോന്നല, ഫോൺ റിങ് ചെയ്തായിട്ടൊരു തോന്നല. Even though the phone may not be ringing, you feel like the phone is ringing. പ്രത്യേകിച്ച് ഞാൻ ഈ ഷായി പാഷൊക്കെ കറിയായി ഓവർസർ ആയിരുന്ന കാലത്ത് എപ്പോഴും ഫോണായിരുന്നു. ഇപ്പോൾ അത് മാറിയതിനായി ദൈവത്തെ സ്തുതിക്കുക. And when I was the overseer, the phone was constantly ringing, but now I don't have to deal with that problem. Praise the Lord. ചില സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് പറയും, സ്റ്റോപ്പ് ഇറ്റ്, കുറച്ച് നേരം ആയല്ലോ, നിർത്ത്, കുറച്ച് നേരം നീ പോയി പ്രാർത്ഥിക്കാൻ പറയും. And maybe when we are spending some time in the conversations, the Holy Spirit might whisper to us, enough, put the phone down, why don't you go spend some time in prayer? ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And maybe it's unnecessary things that you're talking. സ്തോത്രം. നമ്മളോട് പറയും. And the Holy Spirit will tell us. കേരളത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല പ്രിയമുള്ളവരെ, ഹൃദയം വാസ്തവമായി പറയാം, ഇലക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല. I didn't see any of the election and the results in Kerala this time. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു, പക്ഷേ എന്നോട് പറഞ്ഞു, നീ കാണില്ലെന്ന് പറഞ്ഞു. The Holy Spirit told me, don't pay attention to that. I was very anxious for a moment, but He said not to worry about it. കാണാൻ തുടങ്ങി ആ ദിവസം മുഴുവൻ കാണും. And mostly everybody sees it the whole day.
പക്ഷേ ദൈവാത്മാവ് നമ്മോട് പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചാൽ അത് അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. But if we obey the Holy Spirit when He speaks to us, that is a blessing to us. ശുദ്ധഹൃദയം, നിർമ്മല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ഒരു സ്നേഹം, A love that comes from a pure heart, a clean conscience, and a sincere faith. ആ സ്നേഹം ഞാൻ ഏറ്റവും കൂടുതൽ ദർശിച്ചിരിക്കുന്നത് കാൽവറി ക്രൂശിലാണ്. And that the place where I see that love the best is on the cross of Calvary. കൈത്തണ്ടയില് ആണി അടിച്ചവനായി, ഇരു കാലുകളിലും ആണി അടിച്ചവനായി കാൽവറി ക്രൂശിൽ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. It pleased the Father to let the Son be bruised, to have the nails pierced through the wrist of Him, and to go through that humiliation and that pain for us. ഞാൻ തകരാതിരിക്കാൻ പുത്രൻ തകർന്നു പ്രിയമുള്ളവരെ. So that I may not be destroyed, the Son of God was destroyed. നിങ്ങൾ തകരാതിരിക്കാൻ കർത്താവിനെ തകർത്ത് കളയുവാൻ, പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. The Holy Spirit, the Heavenly Father found it pleasing to Him for the Son to be beaten and bruised and take on the pain that we should have taken on. അവന്റെ പ്രയത്ന ഫലം കണ്ടവൻ സന്തോഷിച്ചു. And He saw the effort and then was glad. ആ തകർച്ചയുടെ പ്രയത്ന ഫലം ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ. The result of that effort is you and me. ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ പകർന്നത് നമ്മുടെ അനുഗ്രഹത്തിന് മാത്രമല്ല, മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാനാണ്. It's not just for our own blessing that the Holy Spirit was given to us. It is so that we can share the gospel with others. നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നാ പറഞ്ഞേ. And He said, when you receive the power, you'll become witnesses to me in Jerusalem, in Judea and Samaria, to the ends of the earth. ഒരു നിമിഷം നമ്മുടെ തലയുടെ വണക്കാം. Shall we pray? പരിശുദ്ധ ദൈവമേ, ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശു കർത്താവിൻ്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ ശക്തി ജനത്തിന് മേൽ അങ്ങ് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അങ്ങയുടെ വിടുതൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രിയ ഫിനോയ് പാഷക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ സഭയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഗോഡ് ബ്ലെസ് യു.